ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആമസോൺ എന്നുള്ള സ്കിൻ അതുപോലെ തന്നെ ഹെയർ കെയർ ഐറ്റംസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ആമസോൺ ഉണ്ടല്ലോ, അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ലൈവ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 50% ഓഫാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ അപ് ടു 5% ഓഫ് വരെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണ്, നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാമല്ലോ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഈ ഒരു ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്, മേടിക്കുന്നതാണ് ഈ ഒരു ലോറിയലിൻ്റെ നമ്മുടെ ഹെയർ മാസ്ക് ഉണ്ടല്ലോ, ലോറിയൽ പ്രൊഫഷണൽ പാരീസ് നമ്മുടെ ഹെയർ മാസ്ക് ആണ് സംഭവം. അപ്പം ഹെയർ ഒക്കെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് മുഖമല്ല നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ നന്നായിട്ട് മാനേജബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മുടി നല്ല രസത്തിൽ കിടക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. കുറച്ച് റേറ്റ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് 975 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഓഫർ ആയതുകൊണ്ട് 800 സംതിങ്ങിനൊക്കെ മിക്കവാറും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ റേറ്റിലല്ലോ ഞാൻ മേടിച്ചത്. എന്തായാലും MRP-നെക്കാട്ടും കുറഞ്ഞ റേറ്റിനാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സെയിൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാകും. അപ്പം ഇത് നല്ലൊരു ഹെയർ മാസ്കാണ്. നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുടി കുറച്ചുകൂടെ ഷൈനി ആയിട്ടും കുറച്ചുകൂടെ മാനേജബിൾ ഒക്കെ ആയിട്ടിരിക്കാനായിട്ട് നല്ലൊരു ഹെയർ മാസ്കാണ്. ഞാൻ ഒരു ദിവസം ഇത് സെപ്പറേറ്റ് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയർ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഹോൾ വീഡിയോ ഉള്ളൂ, അപ്പം നിങ്ങൾ കുഞ്ഞിനായിട്ട് ഇതിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പം നല്ലൊരു ഹെയർ മാസ്ക് നോക്കുകയാണെങ്കിൽ നല്ല മണമൊക്കെയാണ്. അതേപോലെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ബ്രിട്ടീഷ് റോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോഡി ഷോപ്പിൻ്റെ ബോഡി വാഷാണ് സംഭവം. ഇതുണ്ടല്ലോ നമ്മുടെ കറക്റ്റ് ഒരു റോസ് ഉണ്ടല്ലോ, പനിനീർ റോസ് ഉണ്ടല്ലോ, പനിനീർ റോസയിൽ നമ്മൾ കുളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു സ്മെല്ല് തന്നെയാണ്. ഇതിൻ്റെ കുറേ വേരിയൻ്റ് വരുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് ഇതിപ്പോൾ ബ്രിട്ടീഷ് റോസ്, അതേപോലെ തന്നെ വേറെ നമുക്ക് ആ ഒരു സ്മെല്ലിൽ ഈ ഒരു സംഭവം അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിലൊക്കെയാണ് വരുന്നത്. അതേപോലെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇത് 495 രൂപയാണ് ഇതിൽ റേറ്റ്, പക്ഷെ ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ തന്നെ കുറേ അധികം കെമിക്കൽസ് ഒന്നും ഈ ഒരു ബ്രാൻഡിൽ അങ്ങനെ വരുന്നില്ല കേട്ടോ. നാച്ചുറൽ ഒറിജിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 92% ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി മാത്രമേ എന്തെങ്കിലും കെമിക്കൽസ് വരുന്നുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷവർ ജെല്ലാണ്, 250 ml ആണ് വരുന്നത്. ദ ബോഡി ഷോപ്പ് ഷവർ ജെൽ ബ്രിട്ടീഷ് റോസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, ഫ്ലോറൽ ആൻഡ് റീഫ്രഷിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ടില്ലേ, ഇതിങ്ങനെ നിങ്ങൾക്ക് അറിയാം നന്നായിട്ടില്ലെന്ന്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അടുത്ത് കാണിച്ചിരുന്നല്ലോ, ഇതാ ഇതേപോലത്തെ ബോട്ടിലാണ്. അത്യാവശ്യം ഹെവി ആണ് കേട്ടോ. കുറച്ച് സൈസ് ഉണ്ട്, നമുക്ക് കുറച്ച് കാലം തന്നെ യൂസ് ചെയ്യാനുണ്ട്. ഈ റേറ്റ് കൊടുക്കുകയാണെങ്കിലും കണ്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് അടുത്തൊരു നമ്മുടെ സെബാമെഡിൻ്റെ ഒരു കെയർ ജെല്ലാണ്. ഇപ്പം കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മെയിനായിട്ട് നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസർ പോലെയാണ്. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് അങ്ങനെ ഓയിലി ആക്കുന്നില്ല. ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യുന്നതോട് പ്രശ്നമുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും. ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് സംഭവം. ഒരു ജെല്ല്, നമ്മുടെ അലോവേര ജെല്ലൊക്കെ ഇല്ലേ, അലോവേര ജെല്ലല്ല സംഭവം, പക്ഷെ അലോവേര ജെല്ല് പോലത്തെ ഒരു ജെല്ലാണ്, വൈറ്റ് കളറിൽ വരുന്നതാണ് ഈ ഒരു സെബാമെഡിന്റെ. പൊതുവെ സെബാമെഡിന്റെ പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ് കേട്ടോ. മോനെ യൂസ് ചെയ്യുന്നതും മിക്കവാറും സെബാമെഡിന്റെ ഫേസും ബോഡിയിലേക്കൊക്കെയാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് ശരിക്കും ഇപ്പൊ സെബാമെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നോക്കി മേടിച്ചിട്ടുണ്ടോ. സെബാമെഡിന്റെ എൻ്റെ ചേട്ടൻ സെബാമെഡിന്റെ കുട്ടികൾക്കുള്ള ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ പിന്നെയാണ് കണ്ടത് സെബാമെഡിന്റെ വലിയവർക്കുള്ളതുണ്ട്. അപ്പം നല്ലൊരു ബ്രാൻഡ് കൂടെയാണ്, അങ്ങനെ മേടിച്ചാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ എന്താ പറയണത്, മോയ്സ്ചറൈസിങ് കോംപ്ലക്സ് ആണ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലും അലോവേരന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല സൂതം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഗ്രീസി സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം നന്നായിട്ടുണ്ട്. ഈ ഒരു ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലെൻസ് ദ ഫേസ്, നെക്ക് ആൻഡ് നെക്ക് ലൈൻ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ്ങിൽ യൂസ് ചെയ്ത് മസാജ് ചെയ്യാം. സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. അത്ര തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജെല്ലായിട്ടും യൂസ് ചെയ്യാം. ഇതിന് പുറമെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
പിന്നെ അടുത്ത വന്നിട്ട് നെയിൽ പോളിഷ് പോയിട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു ഞാൻ എൻ്റെ കയ്യിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് ഫേസസ് കാനഡേൻ്റെ അൾട്ടിമേറ്റ് പ്രോ സ്പ്ലാഷ് നമ്മുടെ ഒരു ക്യൂടെക്സ് നെയിൽ പെയിൻ്റ് ആണ്, നെയിൽ പോളിഷാണ്. ഇത് ഡസ്കി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് തന്നെ അല്ലേ അത് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള അത് തന്നെയാണുള്ളത്, പക്ഷെ അത് പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് വരണമെന്നാണ് വിചാരിച്ചത്. പിന്നെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഇട്ട്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. കുറേ ദിവസം നിൽക്കുന്നില്ല, ഒരു 3-4 ദിവസമൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ചില നെയിൽ പോളിഷ് ഉണ്ടാവും കുറേ നിൽക്കും. അതിപ്പോൾ ഏതായിരുന്നു, ഞാൻ ആ ബ്രാൻഡ് മറന്നില്ല. ഞാൻ ആദ്യം മേടിക്കായിരുന്നു, ഞാൻ മറന്നു. ഇനി മേടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് വരുന്നത്. പിടിച്ചിട്ട് ഇതാ കാണുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കളർ കേട്ടോ. ഒരു നൈസായിട്ടുള്ള കളർ, നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കാണില്ല, ഒരു ഗ്ലോ പോലെ നല്ല രസം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. കാണുന്നില്ലേ, മനസ്സിലാവില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു നെയിൽ പോളിഷ് എന്ന് പറയുന്നത് ഫേസസ് കാനഡേൻ്റെ. പിന്നെ അടുത്ത് 58 തോന്നുന്നതായിട്ട് റേറ്റ് വരുന്നത്. അടുത്ത് വന്നിട്ട് നമ്മുടെ മാമ-എർത്തിൻ്റെ റൈസ് ഫേസ് വാഷ് ആണ്. ഇത് മേടിച്ചാൽ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു എക്സ്പയർ ഡേറ്റ് ആവുന്ന വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം കുറച്ച് എമൗണ്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് ഫേസിലേക്ക് ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫേസ് ക്ലീൻ ആക്കാനൊക്കെ കുറച്ച് മാത്രം എടുത്താൽ മതി. വളരെ അല്പം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് തീർന്നു പോകുന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ ഇത് മേടിക്കാം. അതായത് ഫേസ് വാഷിൽ ഇത് പെട്ടെന്ന് തീർന്നു പോവുകയില്ല. മാമ-എർത്ത് റൈസ് ഫേസ് വാഷ് ആണ്. ഇത് റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ആണ്. ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എഴുതിയിട്ടുണ്ട്. മെയ്ഡ് സേഫ് ആണ്, ഡെബിറ്റ് ടെസ്റ്റ് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക ക്ലെൻസ് ചെയ്യാനായിട്ട് നല്ലൊരു ഫേസ് വാഷിനായിരിക്കും. പിന്നെ മാമ-എർത്തിന് കറലധികം കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഉണ്ടാവുക. ജെൻലി ക്ലെൻസസ്, അതുപോലെ തന്നെ നയാസിനമൈഡ് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും റൈസ് വാട്ടർ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. SLS, സൾഫേറ്റ്, പാരബൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ മസ്കാരയാണ് കേട്ടോ. ഫേസസ് കാനഡേൻ്റെ കാജലിനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം ഫേസസ് കാനഡേൻ്റെ ഒരു മസ്കാര ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഐലാഷ് നന്നായിട്ട് കേളായിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടില്ല, കണ്ണിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കൺമഷിയില്ല. അപ്പം ഇത് നന്നായിട്ട് പെട്ട ശരിയാകുമോ, നമ്മുടെ ഇങ്ങനെ പെട്ട ശരിപ്പ് അറിയില്ല നിങ്ങൾക്ക്. നേരെ കണ്ണാടിയൊക്കെ നോക്കണം. നമ്മുടെ കൺപീല് നല്ലോണം പാടായിരിക്കും. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, മേക്കപ്പ് അല്ല നമ്മുടെ കണ്ണിൽ കൺമഷിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മുടെ കൺപീല് നല്ലോണം വളഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് കണ്ടിരിക്കും, നല്ല രസമാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലർ മസ്കാര തോന്നും, പക്ഷെ മസ്കാര ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കണ്ണിൽ എപ്പോഴും തൊട്ടുണ്ടാവും. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും നല്ലതാണ്. പക്ഷെ ചിലരുണ്ടല്ലോ മസ്കാരന്നെ, എനിക്ക് ഏറ്റവും വേറെ ഒന്നും ഫേസ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക് ഇടുന്ന, അല്ലെങ്കിൽ കുറച്ച് ടിൻഡായിട്ടുള്ള ലിപ് ബാം. അപ്പം എനിക്ക് ഫേസിന് ഭയങ്കര ഫ്രഷ് ആയി പോകും. ചിലർ മസ്കാര ഇടായിട്ടുള്ളവർ, മസ്കാര മാത്രം ഇടായിട്ടുള്ളവരുണ്ട് കണ്ണിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആരുടെയൊക്കെ വീഡിയോസിലാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് 470 അങ്ങനെ ഇട്ടിട്ടാണ് റേറ്റ് വരുന്നത്. 499 ഒക്കെയാണ്. പക്ഷേ 250, 299 രൂപയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സെയിലിൻ്റെ ടൈം ആയതുകൊണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ വന്നിട്ട് ഈ പെർഫ്യൂമാണ് 849 രൂപയാണ്. പക്ഷെ 600-500 സംതിങ് നമുക്കിത് കിട്ടുന്നുള്ളതാണ് കേട്ടോ. അങ്ങനത്തെ 4 മിനി ഇതാണ് വരുന്നത്. ചെറിയ 20 ml ആണ് വരുന്നത്. മിക്കവാറും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ ആയിട്ട് ഇത് കാണിക്കാറുണ്ട്. ഈ ഒരു ബെലവിറ്റേൻ്റെ ലക്ഷറി വേറെ സ്മെല്ല് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 3ാമത്താണ്. ഇവരുടെ എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് മെന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഗോട്ട് മാൻ, CEO മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ക്ലബ് മാൻ, ഓരോന്നിനും വേറെ സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് തോന്നുന്നു നമ്മുടെ ലേഡീസിനുണ്ടല്ലോ വുമണിനെക്കാട്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള നോട്ടുകളാണ് ഇതിൽ. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ് മെന്നിൽ പെർഫ്യൂമിൽ വരുന്നത് കേട്ടോ. എന്നാലും രസമൊക്കെ ഉണ്ട് സ്മെല്ലുകൾ. കൂടുതലും എനിക്കൊന്ന് ലേഡീസിനെക്കാട്ടും ഈ റേഞ്ച് അവർക്കെല്ലാം തന്നെയാണ്, അതുകൊണ്ട് അവർക്ക് തന്നെ അടിക്കുന്നത് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ്. അപ്പം നിങ്ങൾ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം. നമുക്കും യൂസ് കേട്ടോ. എനിക്കൊന്നുമല്ല, ഞാൻ മേടിക്കുന്ന പെർഫ്യൂം ഏട്ടന് ഉപയോഗിക്കും, ഏട്ടന് മേടിക്കണത് ഞാൻ ഉപയോഗിക്കും, എൻ്റെ ഏട്ടൻ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ നമ്മൾ മാറി ഉപയോഗിക്കും. അപ്പം ഇതങ്ങനത്തെ 4 വരുന്നത് 20 ml. ഇതിൻ്റെ വേറെ റേഞ്ചുണ്ട് കേട്ടോ. നല്ല ബ്ലൂ കളറിലും പിങ്ക് കളറിലൊക്കെ വരുന്ന
ഇതിലിപ്പോൾ കുറച്ച് ഡാർക്ക് കളറസ് അല്ല, യെല്ലോ ബ്ലാക്കിൽ ആ ഒരു റേഞ്ചാണ് കാണുന്നത്. ആ ഒരു കളറിലാണ് ബോട്ടിൽ വരുന്നത്. ഇതിന്റെ ബ്ലൂ പിങ്ക് ഒക്കെ വരുന്നത് നമുക്ക് നല്ല സെലസ്മേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പം മേടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പം കുറേ ആയിട്ട് മടി പിടിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 3-4 വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പം അടുത്തടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.